ന്യൂ ജനറേഷൻ കണ്ടിട്ടില്ല നിങ്ങൾ? ഊടക്കെത്തിയിട്ടില്ല. നിങ്ങളെ നാട് നല്ലത് ഊടക്കെത്തിയിട്ടില്ല. ചില നാട്ടിലെല്ലാം അങ്ങനെ ഫുള്ള് ചോപ്പ് 10 ആള്, അല്ലെങ്കിൽ ഫുള്ള് പച്ച, അല്ലെങ്കിൽ ഒരു 20 ആള്, അല്ലെങ്കിൽ ഫുള്ള് കറുപ്പ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഫുള്ള് 3/4 ഷെഡി. ഒരു തരം ഭ്രാന്ത്, ഒരു തരം ഭ്രാന്ത്. നല്ല നാളിന്റെ പോരിശ കളയാൻ ഉസ്താദിന് വിഷയമുണ്ട്. മുസ്ലിമിന്റെ ആഘോഷങ്ങൾ ആഭാസമാകരുത്, അതപ്പോ വേണ്ട പോലെ ചൊല്ലിക്കോളൂ. എന്നാലും ഞങ്ങൾ മുസ്ലിം അല്ലല്ലാതെ ഇലാഹില്ല, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, പരലോകമുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ട പണിയല്ലേ എടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ട്. മുസ്ലിമും ചെല്ലെങ്കിൽ ഈ വിശ്വാസം മാത്രം പോരാ, നിന്റെ ആചാരങ്ങളും വികാരങ്ങളും നിന്റെ കർമ്മങ്ങളും എല്ലാം എന്റെ ജാഫർ ബിൻ അബീ താലിബ് തങ്ങള് രാജാവിന്റെ മുമ്പിൽ സുജൂദ് ഇടാഞ്ഞേ ഇല്ല. രാജാവിനോട് റെസ്പെക്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയല്ലേ? സുജൂദ് അല്ലാഹ്. കർമ്മം നന്നാവണം, അവൻ നിന്റെ മുടി നന്നാവണം, നിന്റെ സ്വഭാവം നന്നാവണം, നിന്റെ വേഷഭൂഷണങ്ങൾ നന്നാവണം, നിന്റെ ഇടപാട് നന്നാവണം, നിന്റെ ഇടപെടൽ നന്നാവണം, നിന്റെ സംസ്കാരം നന്നാവണം. അപ്പോഴാണ് ഞാൻ നിങ്ങളും ഒരു മുസ്ലിമാകുന്നത്. രാമുഖമായി പറഞ്ഞത് ഇന്ന് എല്ലാം ഒരു തരം കളികളാണ്, ഏതെല്ലോ കോലമാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നെല്ലാം ഒരു തരം ആഭാസമാണ്. ദിക്റുകളും അങ്ങനെ, സലാത്തുകളും അങ്ങനെ. ഇപ്പൊ കാണുന്നില്ലേ ഓൺലൈന്റെ മാമാങ്കമല്ലേ, എല്ലാവരും ഓൺലൈന്റെ മുമ്പില്. തെറ്റാണെന്നോ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചോദിക്കട്ടെ, 7 കിതാബ് ഓതിയിട്ട് കഴിഞ്ഞാൽ നല്ല കാലം എവിടെ പോയി? ധാരാളം ദിക്ർ സ്വലാത്ത് നല്ലോണം കണ്ണും ചിമ്മിയിട്ട് ചെല്ലിയിരുന്ന നല്ല ഉമ്മ പങ്ങന്മാർ എവിടെ പോയി? ഇനിങ്ങനെ ഓണാക്കിയിട്ട് വെച്ചിട്ട് ഈടെ ദോശ ചുടും, ഇനിങ്ങനെ ഓണാക്കിയിട്ട് വെച്ചിട്ട് ഈടെ മുരിങ്ങക്കായി മുറിക്കുന്നു. ഇതെന്ത് ദിക്ർ? എന്താ അതിനൊരു അദബും പൊരുത്തവും ബഹുമാനല്ലേ? ഇതെന്ത് നേർച്ച പെട്ടി? അല്ല, ഇയാൾ ഓൺലൈൻ എതിരാണ്. ഞാൻ ഓൺലൈനും എതിരല്ല, ഓഫ്ലൈനും എതിരല്ല. പക്ഷെ ഇതെന്ത്? ഇത് കളിയല്ലേ? ഇതൊരു തരം കളിയല്ലേ? ഇതൊരു തരം കളിയല്ലേ? അങ്ങനെയല്ല. അതിനൊരു ഭക്തിയുണ്ട്, അതിനോടൊരു ആദരവുണ്ട്, അതിനോടൊരു ബഹുമാനമുണ്ട്. അതിന്റെ മട്ടം പോലെ വേണം കേട്ടോ. എല്ലാം ഒരു തരം നേർച്ച വീട്ടലായാൽ, എല്ലാത്തിനോടും ഒരു നെഗ്ലക്ട് സ്വഭാവമായാൽ, എല്ലാത്തിനെയും ഒരു കളിതമാശയായിട്ട് കണ്ടാൽ, നാളെ പരലോകത്ത് ഞങ്ങളെ 7 കിതാബ് മറിക്കുമ്പോ ഇതൊന്നും അവിടെ കാണില്ല. അല്ലാഹ് കാക്കട്ടെ. ുള്ളവരാകണം. ഒരു മനുഷ്യന്റെ ഖൽബ് നന്നാവാൻ ഏറ്റവും എളുപ്പവഴി എന്തറിയാ? ദിക്റുല്ലാഹ്. ഏറ്റവും വലിയ കാര്യമാണ് ദിക്ർ. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങളെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹനെ ഓർക്കലാണ് വലിയ കാര്യം, ദിക്ർ തന്നെയാണ് വലിയ കാര്യം. ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബ് വതൻഫതിഹുൽ ബസായിറു വൽ ഖുലൂബ് വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ഷൈഇൻ കദാ ഖാലൽ ഹബീബു വല്ലീലാഹു. എന്താ പറഞ്ഞേ? ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് തൻമഹിഖുദ്ദുനൂബ്, പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. എണ്ണിയാൽ തീരാത്ത തിരമാലകൾ കണക്കെ നീ പാപങ്ങൾ ചെയ്തവനായാലും, ഉഹുദ് മല പോലെ, ഹിമാലയം പർവ്വതം പോലെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവനായാലും, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും നല്ല എളുപ്പവഴി ഏതറിയുമോ? ദിക്റാണ്. സലാത്ത് ദിക്ർ, ഖുർആനോത്ത് ഒരു കണക്കിന് ദിക്ർ, വയല് പറയലും വയല് കേൾക്കലും ഒരു കണക്കിന് ദിക്ർ. ദിക്റും ചെന്നലെല്ലാം പെട്ട് അതിന് പിന്നെ വേർതിരിക്കുന്നേ. സലാത്താകുന്ന ദിക്ർ, ദുആയാകുന്ന ദിക്ർ. ഏറ്റവും വലിയ ഇൽമ് ലാ ഇലാഹ
ഇല്ലല്ലാഹ്. മരിക്കാൻ കിടന്നവനോടും മരിച്ചിട്ട് കൊണ്ടുപോകുന്നവനോടും എല്ലാവരോടും ചൊല്ലിക്കൊടുക്കണം ഇൽമു. എന്തെന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇൽമാണ്. അതേ സമയത്ത് അത് ഏതുമാണ്? അത് ഇൽമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ ആയത്താണ്. അങ്ങനെ ആയത്ത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇൽമാണ്. ഫഅലം, നീ ഇൽമു പഠിച്ചോ, നീ അറിഞ്ഞോ, നീ മനസ്സിലാക്കിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എല്ലാരോടും വേണം ഇൽമു. മരിക്കാൻ കിടന്നവനോടും വേണം. ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടന്നവനോടും. അതേ സമയത്ത് ഇൽമാണ്. അതോടൊപ്പം എന്തുവാണ്? അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും വലിയ ദിക്റുമാണ്. അതുപോലത്തെ ദിക്ർ വേറെ ഏതല്ല? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു കേട്ടാലോ, പഠിച്ചോനാ ഞാൻ നിന്റെ ഇഷ്ടപ്പെട്ട ആളല്ലേ. മൂസാ നബിനെ പോലെ വേറെ ആരുണ്ട്? വിശുദ്ധ ഖുർആനിൽ 30-ലേറെ തവണ അല്ലാഹു പേര് പറഞ്ഞ ഒരേ ഒരു നബി മൂസാ നബി. നിങ്ങെന്താ മുണ്ടുന്നില്ല? മൂസ കുഞ്ഞല്ല. മൂസാ നബി ധീരനാണ്, ശൂരനാണ്. അല്ലാഹനെ കാണണമെന്ന് വാശി പിടിച്ച മഹാനാണ്. ശക്തരിൽ ശക്തനായ ഫറോവയോട്, റാംസസ് രണ്ടാമൻ എന്ന ഫിർഔനിനോട് പൊരുതി പരിശുദ്ധമായ ദീനിന്റെ തൗഹീദ് വാനിലേക്ക് ഉയർത്തിയ മഹാനാണ് നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ. ചെറിയ ആളല്ല. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞെന്നറിഞ്ഞാ വലിയ ആളാണ്, വലിയ ആളാണ്. ഇരിക്കട്ടെ. ഒരു ദിവസം മൂസാ നബി അല്ലാഹുവോട് പറഞ്ഞു, പഠിച്ചോനെ എനക്കൊരു സ്പെഷ്യലായിട്ടൊരു ദിക്ർ തന്നു. കുറെ ദിക്റല്ല നീ തന്നില്ലേ, അത് എല്ലാവരോടും ചെല്ലാനും ചൊല്ലി. ഞാൻ എല്ലാവരും ചൊല്ലി. ഇനിയിപ്പോ എല്ലാവരും എടുത്തോണ്ട് ചൊല്ലിക്കൊണ്ടു. എനക്ക് സ്പെഷ്യൽ ഓൺലി, എനക്ക് മാത്രം. അല്ലാഹ് പറഞ്ഞു ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ. അത് ഓൾറെഡി all of you എല്ലാവർക്കും ഇല്ലേ, എനക്ക് മാത്രം. അതേ മൂസ നിനക്കറിയാഞ്ഞിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഹത്വം നിനക്കറിയുമോ? ഈ ലോകത്തുള്ള ഏഴാകാശങ്ങളെയും ഭൂമികളെയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും വസ്തുക്കളെയും പുഴകളെയും കടലുകളെയും കല്ലുകളെയും പാറകളെയും പർവ്വതങ്ങളെയും എല്ലാത്തിനെയും ഒരു തുലാസിന്റെ ഒരു തട്ടില് മറ്റേ തട്ടില് നീ ചെല്ല ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹും തൂക്കിയാൽ നീ ചെല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് തൂങ്ങുക. അത്ര കനമുണ്ടതിന്. അല്ലാഹു മരിക്കുമ്പോ നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ ചെല്ലാൻ സുളാബും. തൗഫീഖ് കിട്ടണമെങ്കിൽ കാലം ആമീൻ മാത്രം മതിയാവല്ല. ഇപ്പൊ തന്നെ സ്റ്റഡി ആയിക്കോട്ടെ. അല്ലോ സംഭവം ഇങ്ങനെ കണകുണാക്കിട്ട് എന്ത് കണകുണാക്കണ്ട നേരെ ഇല്ലെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബായിൽ ഇങ്ങനെ ചെല്ലിട്ട് എന്ത് ഗുണം? ഒരാളിങ്ങനെ കിടി 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 ആ ഗുണമുണ്ട്. ഗുണയില്ലാന്നൊന്നുമില്ല. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, എപ്പോൾ ഇങ്ങനെ ദിക്ർ നാവിലൂടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കൽബിലേക്കൊന്നും ഇല്ല, വായിലിങ്ങനെ അങ്ങ് നോക്കുമ്പോ നടക്കുമ്പോ ഇരിക്കുമ്പോ എല്ലാം ദിക്ർ തന്നെ, എപ്പോഴും ദിക്ർ തന്നെ. അങ്ങനെ ദിക്ർ ചെല്ലെങ്കിൽ ഞമ്മതിനെ ഒരാളെ നിരുത്സാഹപ്പെടുത്തണമെന്നില്ല, അതിനെ തമാശാക്കണമെന്നില്ല. എന്തറിയാ, അയാൾ അങ്ങനെ ചൊല്ലിയിട്ട് അയാൾ വെറുതെ വായിലിങ്ങനെ ചെന്നെങ്കിലും കുറെ കാലം കഴിയുമ്പോ അതിന്റെ രസം, അതിന്റെ മധുരം, അതിന്റെ അംശം അവന്റെ കൽബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ മട്ടം പോലെ നീ കണക്കുണ്ടാക്കുന്ന ചെല്ലുമ്പോ ഇല്ലാണ്ടാക്കിയില്ല വയ്യ, ചെന്നതിന് ഇല്ലാണ്ടാക്കിയെങ്കിൽ പോയില്ലേ, എല്ലാം പോയില്ലേ. ചെന്നൂർ ചെല്ലിട്ട് നിങ്ങൾ തമാശാക്കുന്ന മനുഷ്യന്മാർ ബെടക്കായി നിന്ന് ഞങ്ങൾ തമാശാക്കി. അവന് നേരാണെന്ന് മനസ്സിലുണ്ടേ. റമദാൻ 30 തറാവീഹും വന്നു, എല്ലാം കറക്റ്റ് വന്നു, നോമ്പും പിടിച്ചു, എല്ലായി. അപ്പന്നെ നീയത്താക്കി ഇതിന് സുദ്രാണ്. ഇത്ര കാലം കുറെ കഞ്ചാവും എംഡിയും എല്ലാം വിറ്റ് പോയി, പോട്ട് സാരില്ല, പോട്ട് കഴിഞ്ഞ്. മനുഷ്യന്മാരല്ലേ അവർ പറയലാന്ന് ഈ കുറെ സുദ്രാണോ നേരാണോ നേരാണോ എന്നെല്ലാം തീർമാനിച്ചിട്ടാണ് റമദാനെല്ലാം കഴിഞ്ഞ റമദാനെല്ലാം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരത്തിലും വന്നോ. ഇത്ര കൊല്ലം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇടക്കെല്ലാം ചുറ്റം വായിക്കൊണ്ടേ ഫിലിം നോക്കാൻ.
ഈ ഗ്രന്ഥം പോയിട്ട് പോയില്ല കഴിഞ്ഞു നമുക്ക് അന്നേരം തോന്നില്ല മാത്രം വന്നോ അസറിനും വരുമ്പോ കഥ 4 വയസ്സന്മാരും 3 പാലക്കാരും എപ്പോഴും കളിക്കരുന്നവർ സൂപ്പിൽ കുതൂർ കോച്ചറാചാക്കന്മാരോട് ഇരുന്നിട്ടുണ്ടായി ഓർ ഓനം വരുമ്പോ ഒന്നോട് എല്ലാം പറഞ്ഞ ആ അബ്ബാസ് നീ നേരല്ലേ നിനക്ക് നേരം വെൽത്തല്ലേ അപ്പോളെ എന്നെ നേരവനും ഓർമ്മയിടല്ല ഈ മനുഷ്യന്മാരിലോടൊക്കെ പണ്ടത്തെ വന്നെ നേരാവനും ഞമ്മ വിടല മനുഷ്യന്മാരെ നേരാവാനും ഞമ്മ വിട അപ്പൊ ഓപ്പണിൽ തന്നെ ചെല്ലേണ്ടി വരും തോന്നുന്നല്ലേ അതിന് ശ്രദ്ധിച്ചെങ്കിലും ആയില്ലേ വെറുതെ ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ടിരിക്കുന്നു ചെറിയ മക്കൾ അവർക്കൊന്നും അറിയില്ല അപ്പൊ അതിനെ കുറിച്ച് അപ്പുറം പോകുന്ന ഇതാക്കുന്നതിനെ കുറിച്ച് ബിലിയോർ അതിനെ കൺട്രോൾ ആക്കിയെങ്കിലായില്ലേ അത് ചിരിക്കാനും എന്തുള്ള ഈ പറഞ്ഞും തിരിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു വേദന ഞാൻ കേൾക്കണം ബുദ്ധിയുള്ളവരല്ലേ ഞങ്ങൾ മുതിർന്നവരല്ലേ നിങ്ങൾ ചൊല്ലുന്ന ആള് ഞങ്ങൾക്ക് ഭയങ്കര ബിപി അയാൾക്ക് ഭയങ്കര ചൂട് പോണോ അള്ളാന്റെ കാര്യത്തിൽ ചൂട് പോണം കുറച്ച് നന്നല്ല ചൂട് കുറച്ചും പോണോ പറയുന്നതിനൊരു ബലയുണ്ട് അത് ഇൽമ് അതിനൊരു നിലയും ബലിയുണ്ട് കണ്ണ് കാണാത്തവന്റെ ബടി പോലെ നിന്റെ പറച്ചലിനാക്കാൻ പാടില്ല കണ്ണ് കാണാത്തവന്റെ ബടി എന്ത് അവൻ ടൈൽസിലും കുത്തും അവൻ ചാണത്തിലും കുത്തും അവൻ തീട്ടത്തിലും കുത്തും അവൻ റോട്ടിലും കുത്തും കാരണം അവന് കാണുന്നില്ല അവൻ ഏടെയും കുത്തും അതേപോലെ നിന്റെ ഈ പറച്ചലിനാക്കാൻ കഴിയാ അത് അനുസരിക്കുന്നവരിലും പറയുന്നേ അതിന് ഒട്ടാരെ പോട്ടെ ചെല്ലട്ട് ഞമ്മളെ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് പിന്നെ പറയുന്നെങ്കിൽ പിന്നെ എന്തിനീ പരിപാടി നിങ്ങൾ ചെല്ലും ചൂട് നാളെ 2 ക്ലിപ്പാക്കിട്ട് തീർന്നില്ലേ വേറെന്താവാൻ പോകുന്നില്ലല്ലോ എന്നാലും അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ വോളണ്ടിയർമാർ ഞങ്ങളെ ബാല്യക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളാം ആരെങ്കിലും ഒരാൾ നേരത്തെ കസാല കൊണ്ടുവന്ന കിടാവാങ്ങും മോശമില്ല ചെറിയ കിടാക്കളെ എതിർക്ക് വരാൻ വിടണ്ട അവരെ ബാക്കിലിരുത്തിക്കോളി വന്ന കിടാക്കളെ ബാക്കിൽ കൊണ്ടുപോവണ്ട ഇനി വരുന്നോരെ എതിർക്ക് വിടണ്ട ചെറിയ കിടാവിനല്ല വയല് വലിയവർക്ക് ചെറിയ കിടാവ് ഓൾറെഡി സ്വർഗത്തിലാണ് അത് സ്വർഗത്തിന്റെ പൂക്കളാണ് പുഷ്പങ്ങളാണ് അവരെ ഈടക്ക് വരാണ്ട എന്നും പറയണ്ട കാരണം അവർ ഇങ്ങനെയുള്ള മജ്ലിസിൽ ബർക്കത്താണ് അവരെ ആമീന് ഇജാബത്തുണ്ട് അവർ വേണോ പിന്നെ അങ്ങോട്ടാക്കണോ ബാക്കാക്കണോ എന്ന് പറയുന്ന അതെന്തിനും ചെല്ലെങ്കിൽ വയല് കേൾക്കണോ എന്ന് പറയപ്പെട്ടിട്ടുള്ള നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള വലിയോർക്ക് അതൊരു ഡിസ്റ്റർബാണ് ഒരു ബുദ്ധിമുട്ടാണ് അവരെ പാച്ചകൾ അവരെ പോക്ക് അവരെ ഞങ്ങൾക്ക് നല്ലോണം എനിക്ക് കുറച്ച് ഏറെ അത് എന്താണെന്നറിയാല ഞാൻ പക്ഷേ ജില്ലയിലെ കുറച്ച് വസ്വാസ് പോലെ നിങ്ങൾ വേറെന്ത് വിചാരിച്ചോണ്ട നിങ്ങൾ എന്ത് വിചാരിച്ചോ എനിക്ക് എന്തും അല്ല എന്നെങ്കിലും പാലക്കാരല്ലേ 4 കഴിയുമ്പോൾ ശരിയാവും അല്ലേ ശബ്ദല്ലേ അന്ന വയസ്സെന്തോ ആയിട്ടാ 42 കുറച്ച് ശരിയാവും കൺട്രോൾ ആവും അല്ലാഹു തആല മജ്ലിസിന്റെ വർക്കത്തോണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ കുഞ്ഞുമക്കളെ വർക്കത്തോണ്ട് അല്ലാഹു ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരട്ടെ അപ്പോൾ ദിക്ർ വലിയ കാര്യമാണ് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും ദോഷങ്ങൾ പൊറുക്കപ്പെടും ദുനിയാവ് രക്ഷപ്പെടും ആഖിറം രക്ഷപ്പെടും നിന്റെ പ്രയാസങ്ങൾ മാറും നിന്റെ കട്ടപ്പാട് തീരും നിനക്ക് സന്തോഷമല്ല ഏറ്റിത്തരാം നിന്റെ ആഖിറമല്ല സലാമത്താക്കും നോക്കൂ നിങ്ങൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു യൂനുസ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള മഹാനാണ് മത്സ്യവയറ്റിലെ പ്രവാചകൻ മീനിന്റെ പള്ളിയിൽ പെട്ടുപോയ നബി ആരാണത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം യൂനുസ് നബി അലൈഹിസ്സലാം ചരിത്രം വലുതാണത് വിശാലമായ ചരിത്രമാണ് ഇപ്പത് ഫുള്ളായിട്ട് പറയാൻ നേരമില്ല ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് വേറെ വിഷയം പറയാനുണ്ട് എന്നാലും കുറച്ച് പറയട്ടെ മഹാൻ നാട് വിട്ടു അള്ളാന്റെ കൽപ്പന വരുന്നതിന് പിന്നെ അള്ളാന്റെ പാസ് കിട്ടുന്നതിന് പിന്നെ അള്ളാന്റെ സമ്മതം കിട്ടുന്നതിന് പിന്നെ മഹാൻ നാട് വിട്ടു കുറെ നബിമാർ വിട്ടു
മൂസാ നബി വിട്ടു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട് വിട്ടിട്ട് മക്കത്ത് മദീനത്തൊക്കെ പോയിട്ട്. പക്ഷെ അത് എപ്പോ? അത് അള്ളാന്റെ സമ്മതം കിട്ടിയ പിന്നെ, അള്ളാന്റെ ഓർഡർ വന്ന പിന്നെ. പക്ഷേ യൂനുസ് നബി നാട് വിട്ടത് അള്ളാന്റെ ഓർഡർ വരുന്നതിന് മുന്നേ. അതെന്തറിയോ? മഹാനത്തര തിരക്ക് കൂട്ടി. എന്തറിഞ്ഞ കാരണമുണ്ട്, വെറുതെ അല്ല. എത്ര വയല് പറഞ്ഞിട്ടു, എത്ര വിഷയം പറഞ്ഞിട്ടു, എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തിട്ടും നാട്ടുകാർ നന്നാന്നില്ല എന്ന് മാത്രമല്ല, കല്ലെറിയുന്നു, കുറ്റപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു. എത്ര പറഞ്ഞിട്ടും ഗുണമില്ല. ഉറങ്ങന്നെ നായിന്റെ പാല് ഓട്ട് പിന്നെ പൈപ്പിലിട്ട പോലെ അത് നേരാന്ന് കാണുന്നില്ല. സഹികെട്ട യൂനുസ് നബി, ക്ഷമകെട്ട യൂനുസ് നബി, പൊറുതികേട് വന്ന യൂനുസ് നബി നാട് വിട്ടു. മക്കള്, ഭാര്യ എല്ലാരെയും കൂട്ടിയിട്ട് നാട് വിട്ടു. യൂനുസ് നബി അലൈഹി സ്വലാം എന്താക്കി അറിഞ്ഞ? മഹാന് ബേജാർ. അങ്ങനെ ഭാര്യ മക്കളെല്ലാം കൂട്ടിയിട്ട്, വൈഫ് കെട്ടിയോളെ കുട്ടിയോളെല്ലാം കൂട്ടിയിട്ട് മഹാൻ നാട് വിട്ടു. ബേജാർ എന്ത്? നാട്ടുകാർ ചെല്ലി പോലെ കേൾക്കുന്നില്ല. പിന്നെ ഈ നാട്ടുകാർ ഈ ചെലുത്തില്ലാത്ത മനുഷ്യന്മാർ, ഒരു അനുസരണ ഇല്ലാത്ത മനുഷ്യന്മാർ. അതുമല്ല, കല്ലെറിയുന്നു, കുറ്റപ്പെടുത്തുന്നു, പൊരന്റെ വന്നിട്ട് തമാശാക്കുന്ന, എന്തോ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തതുകൊണ്ട് ക്ലിപ്പ് വന്നില്ല. അല്ലെങ്കിൽ അതും പറഞ്ഞു യൂനുസ് നബിന്റെ ഒരിടട്ടി. യൂനുസ് നബിക്ക് ബേജാറായി. യൂനുസ് നബി എന്താക്കി അറിഞ്ഞാൽ ഒരിടത്ത് പോയത് നാട് വിട്ട്. ഈ നാടേ വേണ്ട, ഒരേ കെട്ടുപാടേ വേണ്ട, ഒരേ പള്ളിയിലെ കമ്മിറ്റിയും വേണ്ട, ഒരേ മാസികോന്തിക്കും വേണ്ട, എന്തും വേണ്ട. പള്ളിയെ ഇല്ല, ഓർക്ക് ഒരായിട്ടുള്ള ഒരു ഇടപാടും വേണ്ട. മഹാൻ പോയി. പക്ഷെ അത് അള്ളാന്റെ സമ്മതം വരുന്നതിന് മിന്നായപ്പോ അള്ളാഹ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് മഹാനരെ പരീക്ഷിച്ചു. ആദ്യം മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. മഹാനറങ്ങനെ കപ്പലിൽ വിഷമത്തോടെ ബേജാറോടെ കയറി. ഒന്നാമത് നാട് വിടുന്ന ബേജാറ്, ഒന്നാമത് നാട്ടുകാർ നന്നാവാത്ത ബേജാറ്, രണ്ടാമത് നാട് വിടുന്ന ബേജാറ്, മൂന്നാമത് ഭാര്യ മക്കൾ നഷ്ടപ്പെട്ട ബേജാറ്. ആ ബേജാറിൽ ഇങ്ങനെ കപ്പലിൽ കയറിയിട്ട് ഇപ്പോൾ കപ്പൽ ചെല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ ഓൻ്റെ ഈ അംബാനിൻ്റെ അല്ലെങ്കിൽ ഓൻ്റെ പോലത്തെ കപ്പൽ വലിയ ആഡംബര കപ്പളൊന്നും അല്ല, പണ്ടത്തെ പായ കപ്പൽ. അതിലങ്ങനെ പോകുമ്പോൾ മഹാൻ ടെൻഷനാണ്. എന്തോ കഷ്ടകാലം. ചനീന്തിയല്ലേ ചനീന്ന്. ആ കയറിയ കപ്പൽ തന്നെ മുങ്ങാൻ തുടങ്ങി. വാലികത്തു ചില മനുഷ്യന്മാർ അങ്ങനെ അവർ പോകുന്നതിന് പിന്നെ ഒരു ചനി അടക്കം മുന്നേറ്റിക്കോ. ഈടെ മൊബൈലിന്റെ വീഡിയോ ആക്കിയോ, ബേക്കറി ആക്കിയോ, സീത്താങ്കോളിൽ കോയിന്റെ വീഡിയോ ആക്കിയോ, ഒരു ഗുണവും ഇല്ല, മണവും ഇല്ല. ഓന്റെ ശനി തിരിനേ ഇല്ല. അവസാനം ചങ്ങാൻ്റെ ആളിയന്റെ വിസ ഇടിച്ചിട്ട് ഓൻ ദുബൈക്ക് പോയി. പിറ്റേന്ന് തന്നെ അവിടെ പണിയില്ലെങ്കിലും ഓനെ അവിടുന്ന് പോന്നെ ചെല്ലോ. എന്തേ ഓന്റെ ശനി 9 പിന്നെ അവിടെ കിട്ടി. എനിക്ക് തിരിഞ്ഞ അതിന് ദിക്കറിയല്ലോണോ? എല്ലാ ചനിയും എല്ലാ നേരം ദിക്കറ് പോണം നല്ലോണം ഇരിക്കട്ടെ. യൂനുസ് നബി അലൈഹി സ്വലാം എന്താക്കി അറിഞ്ഞാ, കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന്മാർ തീരുമാനിച്ചു കപ്പൽ മുങ്ങിയെന്നാണ് ഞങ്ങൾ എല്ലാവരും. ഇതിലുള്ള കുറെ ചരക്ക്, ചാക്ക്, അടക്ക, തേങ്ങ, എല്ലാം മക്കള്, ധാരാളം മക്കള്, ഭാര്യമാർ, എല്ലാം കുടുംബം ഉണ്ട് എല്ലാവരും. അപ്പോ കപ്പിത്താൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് മുങ്ങോ. ഇപ്പൊ മുങ്ങിക്കൊണ്ട് വരുന്നത്ര ഒരു കാര്യം വെയിറ്റ് കൂടി ആരും ഒരാളിപ്പത്തുള്ളോണോ? ഇത് നിരീച്ചപ്പോ സൈഡാക്കാനും ഓട്ടോറിക്ഷ അല്ല, കപ്പള്. എന്താക്കുന്ന? ആര് തുള്ളുന്നോ ആരെ എറിയുന്ന. ഇനി എന്നെ അറിയാൻ വേണ്ടി 4 ആൾ വന്ന് ഞാൻ വിടും. യൂനുസ് നബി അലൈഹി സ്വലാം ഈ ടെൻഷനിലും അള്ളാന്റെ ദിക്റിലായിട്ട് ഇങ്ങനെ കൂടുമ്പോ ഓരെല്ലാരും കൂടി അയാളെ മനുഷ്യന് പുറത്തേക്ക് ഇടാതെ പാപത്തിന്റെ മനുഷ്യൻ ആരറകാലക്കില്ല, ഊറ്റും കൗച്ചില്ല. അതങ്ങനെ നന്ന പാപ്പാവാനും കയ്യ ഭഗ്യങ്ങ് 4 കുത്തിയാറ നന്ന ഭഗ്ഗം കയ്യ. എല്ലാ മീനും ഏത് മീനിന്റെ മേലെ പോയിട്ട് കാഷ്ടിക്കുന്ന മീനിന്റെ പേര് ഒരു പേപ്പർ പോലത്തെ ഒരു മീനില്ലേ, നങ്ക് അല്ലേ, മാന്തളില്ലേ? ആ മീനിന്റെ മേലോ എല്ലാ മീനും പോയിട്ട് കാഷ്ടിക്കുന്ന നേരെ കളോ നമുക്കറിയാല. സംഗതി എന്താ പാപം മാത്രമല്ല, പായ് പിരിച്ച പോലെയും ഉണ്ട്. നന്ന പാപാവാനം കയ്യ. യൂനുസ് നബി അലൈഹി സ്വലാം തിരുവള്ളത്തിലേക്ക്
യൂനുസ് നബി അലൈഹി സ്വലാം വെള്ളത്തിൽ അള്ളാന്റെ പരീക്ഷണമാണ്. സംഗതിക്ക് ഇതെല്ലാം ആയത് അള്ളാന്റെ പരീക്ഷണം. അള്ളാന്റെ പൊരുത്തമാണ് വലുത്. അതിന്റെ അപ്പുറം വേറൊന്നും ചിന്തിക്കാൻ കഴിയാ. അള്ളാന്റെ പരീക്ഷണം എന്നോണം യൂനുസ് നബി അലൈഹി സ്വലാമിന് അതാ കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. കടലിലേക്ക് എടുത്തെറിയപ്പെട്ട മഹാനർ മുങ്ങി താഴുന്നതിന്റെ ഇടയില് അള്ളാ മീനിനോട് പറഞ്ഞു, മീന് മിഴുങ്ങിക്കോ, മിഴുങ്ങിക്കോന്ന് മാത്രം ചെല്ലേ, വേറൊന്നും ചെല്ലിറ്റ. ഞങ്ങാനും മുങ്ങുമ്പോ അള്ളാ മീൻ്റെ എന്ത് ചെല്ലട്ടി? മിഴുങ്ങുന്ന മാത്രം മിഴുങ്ങിയിട്ട് ചവച്ചിട്ട് ജ്യൂസ് ആക്കുക. എന്താ ഞമ്മളെ കൊണ്ട് ഒരു ഗുണം ആർക്കും ഇല്ല, കൊണക്കേടല്ല. കമ്മിറ്റിക്കാർക്ക് വേല വെക്കാൻ പറ്റില്ല. ഓൻ അഭിപ്രായം പറയാനായി 5 വയസ്സ് കൊടുക്കാല, അത് വേറെ വിഷയം. അവന്റെ വിഷയം കേട്ടെങ്കിലേ എല്ലാ ചില മനുഷ്യന്മാർക്ക് പണിയാൻ പറഞ്ഞ മേസ്ത്രി, ഓർക്ക് മേസ്ത്രി പണി, വേറെ പണിയൊന്നും. ഒരു ഉറുപ്പ് കൊടുക്കാൻ, ഒരു നല്ല കാര്യത്തിന് കാണാൻ എല്ലാം പിന്നെ വരും. ഊടെ വേണ്ടിയാ പിള്ളറ്, ഊടെ വേണ്ടിയാ മേസ്ത്രി ഒരു 100 രൂപ കൊടും മുന്നേ, പിന്നെ വിഷയ മേസ്ത്രി പണി എടുക്കുന്നതല്ല, കുറച്ച് പണിക്കാറും പോണം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മീനിനോട് അല്ലാഹു പറഞ്ഞു, മീനെ വിഴുങ്ങ്. ചരിത്രം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ആ മീനിനെ പിന്നൊരു മീൻ വിഴുങ്ങി. അങ്ങനെ 18ഓളം അല്ല 40ഓളം മീനുകൾ വിഴുങ്ങി. അതങ്ങനെ വിഴുങ്ങിയ മീനിനെ പിന്നൊരു മീൻ വിഴുങ്ങുന്നത്. അത് ഫസ്റ്റ് വിഴുങ്ങിയത് മത്തിന്ന് കൂട്ടിക്കുക, അതിനെ അയില വിഴുങ്ങി, അതിനെ അഞ്ചളും വിഴുങ്ങി, ചെറിയ പൊതിനെ ഒരു കൊട്ട കിടുന്ന, ആ കൊട്ടന് വലിയ കൊട്ട കിടുന്ന, ആ കൊട്ടന് പിന്നെ വലിയ കൊട്ട കിടുന്ന, അതിന് വലിയ ടെൻഷനാക്കാൻ ഒരു പണിയാ. അങ്ങനെ വിഴുങ്ങി ദിവസങ്ങളോളം മീന്റെ പള്ളി. നാട്ടിലേക്ക് പ്രവാചകനായിട്ട് പറഞ്ഞേക്കപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് അവിടുന്ന് പോയപ്പോ അവിടുന്ന് മീന് മിഴുങ്ങി. കുറെ കഴിയുമ്പോ യൂനുസ് നബി അലൈഹി സ്വലാമിന് ഖേദം തോന്നി, വിഷമം തോന്നി. നാട് വിട്ടല് വന്നല്ല ബേജാറ്, കുഞ്ഞുമക്കള് പോയലല്ല ബേജാറ്. അല്ലാഹ് പോന്ന് പറയുന്നതിന് മുന്നേ ഞാൻ പോയല്ലേ, ഇതല്ലാഹ്ക്ക് കാട്ടിച്ച കുരുത്തക്കേടല്ലേ, അല്ലാഹുവിനോട് ചെയ്തത് തെറ്റല്ലേ, ഇതല്ലാഹുടെ കാട്ടിയ കുരുത്തക്കേടല്ലേ. എന്റെ റബ്ബേ, എനിക്ക് നീ പൊറുക്കല്ലാ, എനിക്ക് നീ പൊറുക്കല്ലാ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് അങ്ങനെ ദുആരുന്നിട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞെന്തറിയാ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് ഖുർആൻ ആയത്താണ്, അത് ദുആയാണ്, അത് ഏറ്റവും വലിയ ദിക്റാണ്. ഈ ദിക്ർ അങ്ങനെ യൂനുസ് നബി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? പടച്ചോനെ, നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ലാ അല്ലാഹ്. ഞാൻ ഏടെ മുങ്ങിനെങ്കിലും ഏടെ പൊങ്ങുന്നെങ്കിലും ഞാൻ ഏടെ പാഞ്ഞിനെങ്കിലോ എന്റെ റബ്ബ് നീ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ലാ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ എന്റെ തടിയോട് തെറ്റ് ചെയ്തു പോയല്ലാ, അക്രമം ചെയ്തു പോയല്ലാ, കുരുത്തക്കേട് കാട്ടിയല്ലാ, പൊറുക്കല്ലാ. അങ്ങനെ ചൊല്ലി അങ്ങനെ 40 ദിവസം കഴിയുമ്പോ അഭിപ്രായം കുറെ ഉണ്ട്, 18 ദിവസവും 40 ദിവസവും അങ്ങനെ കുറെ അഭിപ്രായം ഉണ്ട്. ഏതോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ലാഹ് മീനിനോട് പറഞ്ഞു, മീനെ, അല്ലാഹ് മീനിനോട് പറഞ്ഞു, മീനെ തുപ്പ്, കടപ്പുറത്തേക്ക് തുപ്പ്. മീനിന്റെ ഒരു പല്ല് കീറിയ ഒരു അടയാളം പോലും യൂനുസ് നബിയുടെ ഇല്ല.
കാരണം കീറാനല്ല പറഞ്ഞിട്ടാ, കടിക്കാനല്ല പറഞ്ഞിട്ടാ, അമർത്താനല്ല പറഞ്ഞിട്ടാ. പക്ഷെ കാലാവസ്ഥയും ക്ലൈമറ്റും എല്ലാം ചേഞ്ചായ ലോകത്തായതുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരമെല്ലാം ഒരു മാതിരിയായി ആവുമല്ലോ. മീനിന്റെ വെള്ളത്തിന്റെ ഉള്ളു അതും ദിവസങ്ങളോളം എന്താവും. ഞങ്ങൾ തന്നെ നല്ല 1.5 ലെമൺ, എന്താ പറയാ, ലെമൺ ചെറുപുളി, അതിനെന്നെ ഞങ്ങൾ ഒരു 4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിന്റെ കോലം എങ്ങനെ ഉണ്ടാവും? വേണ്ട, ഞങ്ങൾ തന്നെ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ പോയിട്ട് കുളത്തിൽ പോയിട്ട് ഇരുന്ന് വെച്ചോ, നമ്മുടെ കോലം ചില ഭാഗം വെളുത്തിട്ടും ഒരു കളർ മാറിയിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ ഇത് ഫസ്റ്റ് കേൾക്കുമ്പോൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ റീപ്ലൈ തരണം, അങ്ങനെ ആവേ അല്ലേ? ഈ ദിവസങ്ങളോളം ഇങ്ങനെ എന്തായിട്ടുണ്ടാവും ആ കോലം. പക്ഷേ കുറച്ച് അപ്പുറപ്പുറെല്ലാം തോലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈന്. അപ്പൊ അല്ലാഹു തആല തുപ്പേണ്ട ജാഗക്ക് തന്നെയാണ് തുപ്പാൻ വേണ്ടി പറഞ്ഞത്. അത് നീണ്ട സ്റ്റോറിയാണ്. അവിടെ ഒരു പുല്ല് ഇതെല്ലാം മുളപ്പിച്ചല്ല ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും പോകുന്നില്ല. അപ്പൊ ഈ മഹാൻ ചൊല്ലിയ ദിക്റാണെന്ത്? لا إله إلا أنت ونادينا في الظلمات فاستجبنا له. ഇരുട്ടുകളിൽ ഞങ്ങൾ അയാളെ വിളിച്ചോ, അയാൾ ഞങ്ങളെ വിളിച്ചോ, യൂനുസ് ഞങ്ങളെ വിളിച്ചോ. ഇരുട്ടിൽ നല്ല ഇരുട്ടുകൾ, അത് ബഹുവചനമാണ്. കുറെ ഇരുട്ട്, സിംഗുലർ അല്ല, പ്ലൂറൽ, ഏകവചനമല്ല, ബഹുവചനോ. ളുൽമത്തല്ല, ളുലുമാത്ത്, കുറെ ഇരുട്ട്. അതേത് കുറെ ഇരുട്ട്? ഒന്ന് രാത്രിന്റെ ഇരുട്ട്, പിന്നൊന്ന് വെള്ളത്തിന്റെ ഉള്ളിലെ ഇരുട്ട്, പിന്നൊന്ന് മീനിന്റെ പള്ളന്റെ ഉള്ളിലുള്ള ഇരുട്ട്. എത്ര ഇരുട്ട്! ആ ഇരുട്ടത്ത് ഞങ്ങൾ എങ്ങനെ വിളിച്ചപ്പോ ഞങ്ങളതാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. അകപ്പെട്ടു പോയ പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് യൂനുസിനെ ഞങ്ങളെ കരകയറ്റി. എന്നിട്ട് അതിന്റെ അപ്പുറമുള്ള പറഞ്ഞെന്തറിഞ്ഞ ഇതുപോലെ ദിക്ർ ചൊല്ലിയെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും രക്ഷപ്പെടുത്തും കേട്ടോ, കരകയറ്റും കേട്ടോ, കൈച്ചലാക്കും കേട്ടോ. നിങ്ങളും ഇതുപോലെ ദിക്റുള്ളവരാകണം. കണ്ട, ആഖിറത്തിൽ കൂലി മാത്രമേ ഇപ്പൊ കിട്ടിയ ദിക്റിയിലിട്ടാകുമ്പോ. പിന്നെ മഹാനർക്ക് ഭാര്യയും മക്കളെയും അല്ലാഹു തിരിച്ചു കൊടുത്തു. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നീണ്ട ചരിത്രമാണത്, അത് ഫുള്ള് പറയാൻ സമയമില്ല. എന്നാലും ആ സംഭവത്തെ ഖുർആനിലാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞ്. ഇനി ഹദീസ് കേട്ടോ, ഇതേ സംഭവം. സഅദ് ഇബ്നു അബീ വഖാസ്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്